അപ്പം ഒന്ന് സിമ്പിളായിട്ട് മന്തി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. നമുക്ക് മൂന്നാൾക്ക് നോമ്പാണ്, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വെച്ചാൽ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി വേണ്ടേ, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് അങ്ങനെ കൂടുതലുണ്ടാവില്ല കേട്ടോ. കാരണം ഞാൻ ഇത് തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചാണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്തിട്ട് വയറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ടൊമാറ്റോ നന്നായി അരച്ച് അതിലേക്ക് ഒഴിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ്, പിന്നെ മാഗി ക്യൂബ്, പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇത്ര ഇട്ടെടുത്ത് പിന്നെ തിളച്ചപ്പോൾ അതിലേക്ക് റൈസ് ഇട്ടെടുത്ത് അങ്ങനെ ഇട്ടും നമ്മൾ മന്തി വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ആണെങ്കിലും കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മന്തി മസാല ഇത്രയും ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ റൈസ് വേകാൻ നേരത്ത് നമ്മൾ ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ടെടുത്ത് പിന്നെ 2 പച്ചമുളകും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടോ. കൂടുതൽ പൊന്നുകുസനൊക്കെ പറ്റത്തേണ്ട പച്ചമുളക് ഞാൻ 2 വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് വെച്ചെടുത്ത് പിന്നെ നമ്മൾ ചിക്കു ജ്യൂസ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ പൊന്നിട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് കേട്ടോ, ഏട്ടത്തിൻ്റെ വീട്ടിലുണ്ടായതാണ് ചിക്കു. അപ്പോൾ അതിനെക്കൊണ്ട് ചിക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോമോസ് ഉണ്ടാക്കാൻ. ചിക്കനെ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ചിക്കന് സവാള ചേർത്തിട്ടുണ്ടാക്കിയത്. കുറച്ച് സിമ്പിളാണല്ലോ അത് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് ഹെൽത്തിയാണ്, നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലോ. അപ്പോൾ ഓൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഒരു മോമോസ് ഉണ്ടാക്കിയാണ്ട് ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം 2 പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ. റൈസ് ആണെങ്കിൽ 2 പ്ലേറ്റ്, പിന്നെ അതേപോലെ ജ്യൂസ് ആണെങ്കിൽ 2 ഗ്ലാസ്. കാരണം ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഇവർക്കൊന്നും തോന വെള്ളമോ ജ്യൂസോ ഇങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ ഇതന്നെ നമുക്ക് എമ്പാടുണ്ടാവും. പൊതുവേ ഇവർ രണ്ടാളും കൂടുതൽ വെള്ളമൊന്നും കുടിച്ചാത്ത ഇതിലാണ്. ഞാനും അങ്ങനെ തന്നെ കൂടുതൽ വെള്ളമൊന്നും കുടിച്ചിട്ടോ. പിന്നെ മയ കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതന്നെ നമുക്ക് മൂന്നാൾക്ക് തിന്നാണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേനെടുത്തിട്ട് അതിലേക്ക് വാൽനട്ട്, അണ്ടി, പിന്നെ അതേപോലെ ബദാം ഇത്ര ഇട്ടുകൊണ്ട് പുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതും തിന്നിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ അത്. അപ്പോൾ വാൽനട്ടൊന്നും ഇഷ്ടമില്ലാത്തൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കേട്ടോ. സാധാരണ നമുക്ക് നോമ്പറക്കുമ്പോൾ ഏത് ഭക്ഷണം അല്ലെങ്കിലും മത്ത കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടാവും. ഇപ്രാവശ്യം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ വെള്ളമായിട്ട് ആകെ ഉണ്ടാക്കിയ ചിക്കു ജ്യൂസാണ്. അതൊന്ന് നോമ്പറന്നുകൊണ്ടൊന്നും നമ്മൾ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈത്തപ്പൈക്കൊണ്ട് നോമ്പറന്ന ശേഷം നോർമൽ വാട്ടർ കുടിച്ച് പിന്നെ മോമോസ് പിന്നെ റൈസ് ഇങ്ങനെ ഇട്ട് നമ്മൾ നോമ്പറന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ നോമ്പറക്കുമ്പോൾ ഫ്രൂട്ട്സ് ഐറ്റം പിന്നെ അതേപോലെ എണ്ണക്കടികളൊക്കെ തിന്നുകൊണ്ട് നമ്മൾ വെള്ളം വറക്കലല്ലേ, പിന്നെ നിസ്കാരം കഴിയില്ലല്ലോ, ബാക്കി തന്നില്ലേ. ഇപ്രാവശ്യം നമ്മൾ ഒറ്റടിക്ക് എല്ലാം തിന്നു കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞാൽ ഇനി കിച്ചൺ കയറണല്ലോ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ.